ആലപ്പുഴയിൽ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് ഷിനോജും ഒപ്പം തന്നെ അരുൺ ശങ്കറും വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഷിനോജിലേക്ക് പോവുകയാണ്. ഷിനോജ്, തീരാ വേദനയാണ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ ക്യാമ്പസിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതേപോലെയാണ്. 5 വർഷത്തെ ബിരുദ പഠനത്തിനായി എത്തിയവരാണ്. 55 ദിവസം തികയ്ക്കും മുൻപേ, അല്ലെങ്കിൽ 2 മാസക്കാലം തികയ്ക്കും മുൻപേ അവരൊന്നിച്ച് അവിടെ നിന്ന് 5 പേർ, അവർ 11 പേരുണ്ടായിരുന്നു, 5 പേർ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇല്ലാതാവുകയാണ്. പൊതുദർശനം എങ്ങനെ പുരോഗമിക്കുന്നു? ഷിനോജിലേക്ക് മടങ്ങിയെത്താം. അരുൺ ശങ്കർ ഉണ്ട്. അരുൺ, പൊതുദർശനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ. പൊതുദർശനം അവസാനിച്ചിരിക്കുകയാണ്. ഓരോ മൃതദേഹങ്ങളായിട്ട് ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നു. ഇപ്പോൾ അവസാനം കയറ്റിയ ശ്രീദീപ് വത്സൻ്റെയാണ്. ശ്രീദീപിൻ്റെ മൃതദേഹം പാലക്കാട്ടേക്കാണ് കൊണ്ടുപോകുന്നത്. ഇനി ശേഷിക്കുന്നത് ആയുഷ് ഷാജിയുടെ മൃതദേഹമാണ്. ആലപ്പുഴ തന്നെയാണ് ആയുഷ് ഷാജിയുടെ സംസ്കാര ചടങ്ങ് നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആയുഷ് ഷാജിയുടെ മൃതദേഹം ഇപ്പോൾ പൊതുദർശന ഹാളിൽ കിടത്തിയിരിക്കുകയാണ്. അതും അല്പസമയത്തിനകം ആംബുലൻസിലേക്ക് കയറ്റും. അങ്ങനെ അവർ 5 പേരും കൂട്ടായി വന്ന് അവർ കൂട്ടായി തന്നെ ഈ കലാലയത്തിൽ നിന്ന് വീട് ചൊല്ലുകയാണ്. അതിന് സാക്ഷികളാകാൻ നിറകണ്ണുകളുമായി സുഹൃത്തുക്കളും സഹപാഠികളും അധ്യാപകരും നാടിൻ്റെ നാനാ മേഖലയിൽ നിന്നുള്ള ആളുകളും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. എല്ലാവരും സങ്കടക്കടൽ തീർത്താണ് ഈ 5 കുട്ടികൾക്കും യാത്രയൊക്കെ നൽകുന്നത്. ഇനി അവശേഷിക്കുന്നവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. കാരണം അവരുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ജീവനുകൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും എടുക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിദഗ്ധ ചികിത്സ പുറത്തു വേണമെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാണ്. അക്കാര്യം ഡോക്ടർമാരുടെ സംഘം വിലയിരുത്തുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ ചികിത്സകളും ഉറപ്പാക്കുമെന്നും സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. എന്തായാലും ഈ 5 പേർ ഇനി തിരിച്ചു വരില്ല. ആ ഓർമ്മകൾ മാത്രമായിരിക്കും ഇനി കലാലയത്തിൽ അവശേഷിക്കുക. അതെന്നും ഒരു നോവായിട്ട് എല്ലാ പുതിയ ബാച്ചുകളോടും പറയാൻ കഴിയുന്ന ഒരു നോവിൻ്റെ കഥയായിട്ട് ഈ 5 പേരുടെ ജീവിതം ഈ കലാലയത്തിൽ അവസാനിക്കും. 2 മാസം മാത്രമേ ഉള്ളൂ അവർ ഈ കലാലയത്തിൽ പഠിച്ചത്. പക്ഷേ അവരുടെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള ഭൂമികയായിരുന്നു ഈ കലാലയം. കാരണം അവർ സ്വപ്നം കണ്ടതുപോലെ മെഡിക്കൽ മേഖലയിൽ ഒരു കരിയർ കെട്ടിപ്പടുക്കുക എന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവരുടെ എത്തിയത്. ഏറ്റവും മികച്ച മാർക്കോടുകൂടി സംസ്ഥാനത്തെ എൻട്രൻസ് പരീക്ഷയിൽ വിജയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജിൽ തന്നെ പ്രവേശനം നേടുകയും ചെയ്തവരാണ് ഇവർ. അങ്ങനെ പഠനത്തിന് മുന്നിൽ നിന്നവർ. പക്ഷേ മരണത്തിൽ ആ 5 പേർ ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത പേമാരിയാണ് പക്ഷേ അവരുടെ ആ ജീവൻ കവർന്നെടുത്തതിനെ പറയേണ്ടി വരും. അവർ സന്തോഷത്തോടെ ഒരു സിനിമ കാണാൻ പോയതാണ്. ആ സിനിമ കാണാൻ പോകുമ്പോൾ ഇവരുടെയൊക്കെ കുടുംബങ്ങൾ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ആ മകനെ പോകരുത് എന്നുള്ള ഒരു വിലക്ക് അവർ പറഞ്ഞിരുന്നു. കാരണം സംസ്ഥാനത്തെ എല്ലായിടത്തും നല്ല ശക്തമായ മഴയാണ്. നമുക്കറിയാം, വൈകിട്ടായതോടുകൂടി നല്ലോണം കാറും കോളുമൊക്കെ വന്നിരുന്നു. അപ്പോൾ ആരായാലും അതൊന്ന് പരിഭ്രമിക്കുക. അപ്പോൾ ദേവാനന്ദൻ്റെ കുടുംബം പറയുന്നത് മകനോട് അമ്മ പോകരുതെന്ന് പറഞ്ഞിരുന്നു. വീണ്ടും പോകണമെന്ന് പറഞ്ഞപ്പോൾ പോകരുതെന്ന് അമ്മ വിലക്കി. പക്ഷെ പിന്നീട് അവനൊന്നും മിണ്ടിയില്ല. ആ മൗനത്തിൽ പിന്നെ അവനൊന്നും സംസാരിച്ചില്ല എന്നുള്ളതാണ് അറിയുന്നത്. ആ അമ്മയോട് അവസാനം പറഞ്ഞത് ആ മൗനമായിരിക്കാം. അങ്ങനെ അവനും മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ 5 കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ്, 5 പേരുടെ സ്വപ്നങ്ങളാണ്. പക്ഷേ അത് ഒരുപാട് പേർ പങ്കിട്ട സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾക്കാണ് ഇന്ന് അവസാനമായിരിക്കുന്നത്. പക്ഷേ അവരുടെ ഓർമ്മകൾ എന്നും ഈ കലാലയ മുറ്റത്തും നമ്മുടെ മനസ്സിലും ജ്വലിച്ചു നിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകുന്നത്. വലിയ പ്രതീക്ഷകളോടുകൂടി വണ്ടാനത്തെത്തിയവരാണ്. ഡോക്ടർമാരാകാൻ, പഠിച്ച് ഡോക്ടറാകാനുള്ള അത്ര കാലത്തെ പഠനത്തിൻ്റെ ശേഷമായിരിക്കും അവർക്ക് ആ പ്രവേശനം കിട്ടിയെന്നുൾപ്പെടെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത്രയും കാലമില്ല. 2 മാസം തികയ്ക്കും മുൻപേ അവർക്ക് അപകടത്തിൽ ജീവൻ നഷ്ടമായി. ആ കലാലയത്തിൽ നിന്ന് വിട പറയേണ്ടി വരികയാണ്. അവർ 5 പേരും ഇപ്പോൾ ഓരോരുത്തരെയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അബ്ദുൽ ജബ്ബാർ മുഹമ്മദ് ഇബ്രാഹിം ലക്ഷദ്വീപ് സ്വദേശിയാണ്. ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകുന്നില്ല. എറണാകുളത്താണ് ഖബറടക്കുക എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അങ്ങനെ 5 പേരെയും തിരികെ കൊണ്ടുപോകുന്ന അതിവൈകാരികമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കിപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും കാണാനാകുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രിമാരായ വീണ ജോർജ്, സജി ചെറിയാൻ, പി പ്രസാദ് തുടങ്ങിയവരൊക്കെയും സ്ഥലത്തെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്.